ഒഫീഷ്യലി ഇവിടെ വീണ ആദ്യത്തെ ആള് ഞാനാണ്. ഇതിന്റെ മൃതഗോള്. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു ദ വെരി സ്പെഷ്യൽ ഹോളി എപ്പിസോഡ് ഓഫ് ആമി വ്ലോഗ്സ്. എന്താ ഷൂട്ട് ചെയ്യണം? മൈലാഞ്ചി കിടക്കണോ? എന്താ ചെയ്താ? വാട്ട് ഈസ് സ്പെഷ്യൽ ഫോർ ദ ഡേ? അത് ഥണ്ടായി. നമ്മൾ നോർത്ത് ഇന്ത്യൻ പ്രദേശങ്ങളിൽ കണ്ടുവരുന്നതായിട്ടുള്ള ഒരു പ്രത്യേകതരം പാനീയമാണ് ഇത്. നമ്മൾ ഹോളി സമയത്ത് മാത്രം കുടിക്കുന്നതിന്റെ മുഖത്തണിക്കല് കണ്ണു നോക്കാൻ പറ്റില്ല, കാശ് അടിച്ചിട്ട്. ഹോളി സമയങ്ങളിൽ മാത്രം നമ്മൾ കലക്കി കുടിക്കുന്നതാണ്. പക്ഷേ ആ പ്രദേശത്തെ ആളുകൾ ഇതിനകത്ത് ബാങ്ക് ഇടും. പക്ഷെ നമുക്ക് ഇവിടെ ബാങ്ക് കിട്ടാനില്ലാത്തുള്ള ബാങ്ക് ഇല്ല. തൽക്കാലം നമ്മൾ ആ ഒരു ഫീലിന് വേണ്ടിയിട്ട് ഥണ്ടായി എടുത്തിരിക്കുകയാണ്. ഞാൻ പോട്ടെ, ഞാൻ ഇത്രയും സംസാരിച്ചോണം എല്ലാവർക്കും മനസ്സിലായി കാണും ഇന്നത്തെ പരിപാടി എന്താന്നുള്ളത്. ഹോളി ഹേ ഹോളി ഹേ ഹോളി ഹേ. നമ്മുടെ പാപ്പു, ഞാൻ എപ്പോഴും പറയാല്ലേ, പാപ്പു ഒക്കെ ഉള്ള സീൻസിനകത്ത് നമ്മൾ ഒരുവിധപ്പെട്ട നമ്മുടെ നാട്ടിലെയും പുറത്തെ നാട്ടിലേക്ക് എല്ലാ ആഘോഷങ്ങളും നമ്മൾ മാക്സിമം ആഘോഷിക്കാൻ നോക്കും. അപ്പം ഞാൻ ഇവിടുത്തെ ഹോളിയുടെ ഇത് കാണിച്ചു തരാം കേട്ടോ. ഇത്രേ സാധനങ്ങളുണ്ട് ഹോളിക്ക്. പിന്നെ ഫ്രൈസ്, മാജിക് ബലൂൺസ്, പിച്ച്കാരി, പിന്നെ ഒരു പിച്ചക്കാരി എനിക്ക് ടൈമിംഗ് കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കൂടുതൽ വലിച്ച് എന്താണെന്നറിയോ, ഞാനിപ്പോൾ ഈയിടെയായിട്ട് എടുക്കുന്ന വീഡിയോസിന് ഭയങ്കര ലെങ്ത് കൂടിയിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ അത് ഇവിടെ ഇനി കൂടുതൽ വലിച്ചു നീട്ടലുകളില്ലാതെ നേരെ അങ്കത്തട്ടിലേക്ക് നമുക്ക് പോവാം. അപ്പം ഞങ്ങൾ ഒരു തിരുവാനിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതായത് ചോറ്റാനിക്കര അടുത്ത് കോട്ടൺ ട്രീ എന്ന് പറയുന്ന ഒരു അടിപൊളി സ്ഥലത്താണ് ഞങ്ങൾ ഫാമിലി പരിപാടി. ഇത് ഫാമിലി സീനാണ് കേട്ടോ. അമ്മ, ജോളി ആൻറ്റി, ബിന്ദു ചേച്ചി, ചേച്ചിയുടെ 2 ഫ്രണ്ട്സ്, ഹോളി, ഇങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ വട്ടുകളുള്ള ആൾക്കാരാണ് ഞങ്ങൾ. ആൻഡ് ആ വട്ടുകളാണ് നമ്മുടെ ലൈഫിന്റെ മൈലേജും. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഞങ്ങളുടെ കുഞ്ഞോളി കാണിച്ചു തരാം കേട്ടോ. അപ്പം ഗൈസ്, ഇതാണ് ഥണ്ടായുടെ ഒരു കുപ്പി. ഥണ്ടായി എന്ന് പറയുന്ന സാധനം നട്ട്സ്, ഫ്രൂട്ട്സ്, അങ്ങനെ ഒരുപാട് ഡ്രൈഡ് സാധനങ്ങളൊക്കെ മിക്സ് ചെയ്ത് ഒരു സിറപ്പ് പോലെ ആക്കിയിട്ട് അതിൻ്റെ കൂടെ പാലും ഐസ് ക്യൂബ്സും ഒക്കെ ഇടും. അപ്പം ഇത് നോർത്ത് ഇന്ത്യൻ സ്ഥലങ്ങളിൽ മഹാശിവരാത്രി ഹോളിക്കൊക്കെ ഇത് ചെയ്യും. അതിൻ്റെ കൂടെ ഒരു ബാങ്ക് ഇടും. പക്ഷെ നമ്മൾ ജസ്റ്റ് ഇത് മാത്രമായിട്ടാണ് ഇടുന്നത്, ലൈക്ക് ജസ്റ്റ് ഥണ്ടായി ആൻഡ് മിൽക്ക്. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിതാ കോർണറ്റോസും ഐസ് ക്യൂബ്സും ഒക്കെ ആയിട്ട് അടിപൊളി സെറ്റപ്പ് പരിപാടി. എനിക്ക് അറിഞ്ഞൂടാ, സെറ്റായിരിക്കും തോന്നുന്നു. എന്തിട്ടെന്ന് പറ. ഇത് പ്രോട്ടീൻ ഷേക്ക് ആണ്. പക്ഷെ എന്താ പാലിന്റെ പോലെ കളർ ഇല്ലാത്ത? എന്താ? ഞാൻ വെള്ളത്തിലാണ് കലക്കിരിക്കണേ. പാലിന്റെ കൂടെ അല്ലേ കുടിക്കുക? അങ്ങനെയൊന്നുമില്ല. അതായത് മറ്റേ ഐസോപ്യൂറിന്റെ 0 carbs and 0 fat പ്രോട്ടീൻ ഷേക്കാണ്. അപ്പം നമുക്ക് സംടൈം നമ്മുടെ മീൽ റീപ്ലേസ്മെന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അത്രയ്ക്ക് എന്തിനും ഇതൊക്കെ എന്നെ കണ്ടിട്ട് പട്ടി എങ്ങടിക്കുള്ളൂ. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കണ്ണട ഒരു അടുത്തത് കാണാൻ ഒരുമാതിരി കട്ടൻ കാപ്പിയിൽ നോക്കിയേ. അതിനകത്ത് നീ വാട്ടർ ആഡ് ചെയ്ത് അപ്പൊ ഈ ഐസോപ്യൂറിന്റെ സാധനം കുടിച്ചു നോക്കട്ടെ കേട്ടോ. നമുക്കിപ്പോൾ സപ്പോസ് എവിടെയെങ്കിലും പോകുമ്പോൾ ഫുഡ് ടൈമിനൊക്കെ പോയി സ്ലിപ്പായി കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബാഗിൽ എടുത്ത് വെക്കാനാണ് ന്യൂട്രീഷനിസ്റ്റ് പറഞ്ഞത്. ദിസ് ഇസ് കമ്പാരിറ്റീവ്ലി ഈസിലി സോളിബിൾ പ്രോട്ടീൻ ആണ്. ഞാനകത്ത് പാൽ ആഡ് ചെയ്തു, ബിക്കോസ് എനിക്ക് അങ്ങനെ പച്ച കറക്കി വെച്ച ടേസ്റ്റ് മറ്റേ ആണോ, പക്ഷെ ഇതെനിക്കിഷ്ടമായി. അങ്ങനെ പ്രോട്ടീൻ ഷേക്കൊക്കെ കുടിച്ച് അടുത്ത പരിപാടികളിലേക്ക് കിടക്കാണ്. ഫ്രൈസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ വറുത്തോണ്ട് പോകാന്ന് വെച്ചു. അപ്പൊ അതാ ഫ്രൈസും ഒക്കെ, കാരണം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മള് കളറൊക്കെ കയ്യിലായിരിക്കണോണ്ട് നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മള് എല്ലാ സാധനങ്ങളും വറുത്ത് എല്ലാം സെറ്റ് ചെയ്ത് കൊണ്ടുപോകാം. വീട്ടില് പണ്ടേ കുക്കിംഗ് ഞാൻ തന്നെ ചെയ്യണോണ്ട് ഇതൊക്കെ എന്റെ തലയിൽ തന്നെയാ വരുന്നത്. ലഞ്ചും ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യണം എന്ന് പറയണ്ടത്. അപ്പൊ അവര് ചെയ്യണമെന്ന് പറഞ്ഞതോ? കൈ വേണ്ടേ? കൈയുള്ളൂ, ഒറ്റ ആ കൈയാണത് അല്ലേ? കയ്യേ ഹെൽമെറ്റ് എടുക്കട്ടെ? കഴിക്കൊന്നും പറ്റാൻ പാടില്ലേ. പിച്ചുകാരികളും ഫ്രൈസ് ചേച്ചി രാവിലെ തന്നെ കഷ്ടപ്പെട്ട് വറുത്തത്, കളേഴ്സ്, പിന്നെ ഇതൊക്കെ പാപ്പങ്ങളാണ്, പല ടൈപ്പ് പാപ്പങ്ങൾ. ഇത് ഡ്രസ്സ്. ഓക്കെ, ഇത് ഒരു സ്പെഷ്യൽ പാപ്പമാണ്. ഓക്കെ, അപ്പം നമ്മൾ റെഡിയാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് കുളിക്കണം, അത് കഴിഞ്ഞാൽ സെറ്റ്.
ഓൾ സെറ്റ് ഗോ. ഞാൻ പറഞ്ഞില്ലേ ഡ്രസ്സുകളൊക്കെ നമ്മൾ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഉള്ള. അപ്പം റെഡിയായി, കുളിച്ചൊക്കെ റെഡിയായി ഹോളിക്ക്. ചേച്ചേ എന്താണ് ഹോളി റെഡി ആയോ? ഹോളി റെഡി ആയി, ഗോപി തരണം. ഓ ഗോപി ഗോപി തുറണ്ട, ഗോപി തുറണ്ട, നമുക്ക് ടിക്ക ഇടാം. ഓരോ കാര്യങ്ങളെ പറയുമ്പോൾ തന്നെ പേടിയാണ്, കാരണം അടുത്തടുത്ത ഹെഡ്ലൈൻസ് ഒക്കെ എന്താ വരിക നമുക്ക് അറിയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ടോ. എനിക്ക് ഗോപി 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 ഇല്ല, ഗോപി വേണ്ട, നമുക്ക് ഇത് തൊടാം, ടിക്ക, നീണ്ട കുങ്കുമപ്പൊട്ട്. ഞാൻ സുന്ദരിയാവാൻ പോണ കേട്ടോ. ഒരൊറ്റ സാധനം മതി ലുക്കേ മാറ്റി മറക്കാൻ ഗൈസ്. കൊളാക്കി തന്നെ കേട്ടോ. വലുതല്ലേ വേണ്ടേ? ആ വലുത്. ജയ് മകൾ മതി. കണ്ട ഐശ്വര്യം വന്നാണ്. ഇതിൽ നോക്കണ്ട കേട്ടോ. അത് നോക്കണല്ലോ. നീണ്ടല്ലേ? ആ, എനിക്ക് ഇനി നീളം വേണോ? കണ്ടോ ഇങ്ങനെ ഇരിക്കണേ? എന്താ ഇത് ലെഫ്റ്റിലാണത്. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. So we are ready guys, we are getting going for the Holi party which we don't know what we are going to do. ഒരു ചെറിയ ഹോളിയുടെ പാക്കിങ് കാര്യങ്ങളാണ്, പക്ഷെ അതിന് മാത്രം ആൾക്കാരുണ്ട് കേട്ടോ, ഫാമിലി തന്നെ ആയിട്ട്. ആ ടണ്ടായി മിക്സ് കണ്ടോ, പാലിന്റെ കൂടെ മിക്സ് ചെയ്തിരിക്കുന്നത്, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം. പാപ്പുന് ആക്ച്വലി എക്സാംസ് എടുക്കുക, അപ്പോൾ അതിൻ്റെ ഇടയിൽ ശരിക്കും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ നമ്മളിങ്ങനെയൊക്കെ ചെയ്തത്. അപ്പോൾ അവളെ പിക്ക് ചെയ്യാൻ വേണ്ടി നേരെ സ്കൂളിലേക്ക് പോയി. പക്ഷെ ഞങ്ങൾ ഹോളി കോസ്റ്റ്യൂമിലാണ് പോയത്, അതുകൊണ്ട് ഭയങ്കര ചമ്മലായിരുന്നു കേട്ടോ. ഒരു തോക്ക് വെച്ചിട്ട് വെള്ളം നിറച്ച് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ തോക്ക് കൊണ്ട് വന്നിരുന്നു നേരെ ക്ലാസ്. ബൈ ദ വേ പാപ്പുവിനും അറിയില്ല കേട്ടോ നമ്മുടെ ഇങ്ങനത്തെ ഒരു പ്ലാനിനെ പറ്റി. അപ്പോൾ അതൊരു സർപ്രൈസ് ഉണ്ട്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? അപ്പൊ ഈ ഫ്രണ്ട്സിന്റെ മാർക്കിന്റെ കാര്യത്തിൽ തീരുമാനമായല്ലേ? ഓ ഗൈസിന് എക്സ്പ്ലനേഷൻ ഒക്കെ ഉണ്ട് കേട്ടോ, ഞങ്ങൾക്ക് എക്സ്പ്ലനേഷൻ കിട്ടിയില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ജനറേഷനിലെ കുട്ടികൾക്ക് നമ്മുടെയൊക്കെ ചൈൽഡ്ഹുഡിലുള്ള പോലെ എന്താ ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിൽ പോവുക അങ്ങനത്തെയൊക്കെ പരിപാടി ഭയങ്കര കുറച്ചുള്ളൂ. കാരണം എല്ലാവരും സിറ്റിയിലൊക്കെ തന്നെ ആയതുകൊണ്ട് ഇവർക്ക് ഇങ്ങനത്തെ സ്പെഷ്യൽ ഒക്കേഷൻസിന് ഒരു സ്പെഷ്യൽ എന്താ പറയുക എഫേർട്ട് ഇട്ട് തന്നെ അതൊരു മെമ്മറി ആക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണെന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട്. ആൻഡ് നമ്മുടെ ഫാമിലി മാക്സിമം അങ്ങനത്തെ ഒക്കേഷൻസൊക്കെ ശരിക്കും ഫാമിലി എല്ലാവരും കൂടിയിട്ട് ചെയ്യുന്ന രീതിയിൽ ഇത് ചെയ്യാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വല്യമാരൊക്കെയും വരേണ്ടതായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റിൽ കുറച്ച് ചേഞ്ച് ഓഫ് പ്ലാൻസ് ഉണ്ടായി. അപ്പം ഇതാണ് ഞങ്ങൾ പറഞ്ഞ കോട്ടൺ ട്രീ എന്ന് പറയുന്ന സ്ഥലം. തിരുവാനിയൂരാണ്. 100ഓളം ആൾക്കാർ കപ്പാസിറ്റി ഉള്ളൊരു സ്ഥലമാണ്. ജോളിയാൻറ്റി ഉണ്ട്, ഏതനുണ്ട്, ബിൻചേച്ചി ഉണ്ട്, അങ്ങനെ എല്ലാവരും ഉള്ളൊരു അടിപൊളി പരിപാടിയായിരുന്നു പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചാൽ പിന്നെ ഫർദർ എനിക്ക് അധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ പറ്റുന്നിടത്തോളം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് വിഷ്ണു ആയിരുന്നു നമ്മൾ കൊണ്ടുവന്നത്, വണ്ടി ഓടിച്ച് കൊണ്ടുവന്ന അമ്മേനെയും ചേച്ചിനെയൊക്കെ. അമ്മേനെയും ചേച്ചിനെയല്ല, അമ്മേനെയും ബാക്കിയുള്ളവരെയൊക്കെയും. ഇനി നമുക്ക് ഈ സ്ഥലം കുറച്ച് കാണാം. ഓക്കെ, ശരിക്കും നമ്മളൊരു ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുമ്പോൾ അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. 6 ബെഡ്റൂമുള്ളൊരു വലിയ ബ്യൂട്ടിഫുള്ളി ഡൺ ഒരു പ്രോപ്പർട്ടിയാണിത്. പ്രോപ്പർട്ടി മാനേജ് ചെയ്യാൻ അവിടെ ഒരു പയ്യനുണ്ടായിരുന്നു. കയറി വന്നപ്പോൾ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെയും സെറ്റ് ചെയ്ത് തന്നു. നല്ല അടിപൊളി ഇൻറ്റീരിയേഴ്സാണ് കേട്ടോ. ഞാൻ വീഡിയോസിലൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇത്ര അടിപൊളിയായിരിക്കും എന്ന് വിചാരിച്ചില്ല. നമ്മൾ വന്നപ്പോൾ തന്നെ ആ പയ്യൻ ലൈറ്റ്സ് ഒക്കെ ഇട്ടു. അപ്പം ഞാൻ ആലോചിക്കുമായിരുന്നു, ലൈക്ക് നമ്മൾ ശരിക്കൊരു വലിയ ഗ്രൂപ്പായിട്ടൊക്കെ വരികയാണെങ്കിൽ എന്ത് ഭംഗിയായിരിക്കും ഈ സ്ഥലം. ഒരു ഇവൻറ്റുകൾക്കും ഒക്കെ നല്ല നല്ലൊരു സ്ഥലം നമുക്ക് കിട്ടി. ഇത് ഓസ്റ്റേസിൽ ജിനോ തന്നെയാണ് കേട്ടോ എനിക്ക് ഈ സ്ഥലം again അറേഞ്ച് ചെയ്ത് തന്നത്. ഓസ്റ്റേസിൻ്റെ കുറേ വീഡിയോസ് ഞാൻ ഇതിന് മുൻപ് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പം അവരുടെ ഒരു നൈസ് പ്രോപ്പർട്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. റൂംസ് ആണെങ്കിലും അടുപ്പിച്ച് ഒരു 6 ബെഡ്റൂംസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു വലിയ ഗ്രൂപ്പിനൊക്കെ വന്നാൽ സുഖമായിട്ട് നിൽക്കാം. സ്പെഷ്യലി ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് വളരെ കൺവീനിയൻ്റ്ലി ഈ എൻറ്റയർ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാം. റൂംസ് ആർ ഓൾസോ വെരി വെൽ മെയിൻറ്റെയിൻഡ്. ആൻഡ് റൂംസിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ വരാന്ത കണക്ട് ചെയ്ത്, അപ്പോൾ എല്ലാ റൂംസിനും വരാന്തയിലേക്ക് കണക്ട് ചെയ്ത് നമുക്ക് ഇറങ്ങാനും പറ്റും. അപ്പം ഓൾ ടുഗെദർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പാപ്പുനും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പാപ്പുന് ആ വാളിലുള്ള വാൾപേപ്പറൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. സോ ദിസ് ഇസ് വെയർ വി ഗോണ സെലിബ്രേറ്റ് അവർ ഹോളി. ഫസ്റ്റ് ലുക്കിൽ ഇഷ്ടമായോ? വൈബുണ്ട്. Did you expect? No. I thought she said she was going to some orphanage. Now she's going to take me back home and we're going to study maths.
അപ്പം നമ്മളിനി വന്ന് നേരെ ഫുഡ് കഴിക്കാൻ പോകും. ബിക്കോസ് നമ്മൾ നല്ല ഹംഗ്രിയാണ്. ഫുഡ് എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ബിരിയാണിയാണ് ഗൈസ്. ബിരിയാണി, ചിക്കൻ, സാലഡ്, മുട്ട, പിക്കിൾ. നമ്മൾ ബിരിയാണിയാണ് ലൈറ്റായിട്ടല്ലേ അമ്മേ, ലൈറ്റായിട്ട് ബിരിയാണി കഴിക്കാന്ന് വെച്ചു. പിള്ളേരൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മളവിടെ എത്തിയപ്പോൾ ഉച്ച ആയതുകൊണ്ട് നമ്മൾ ആദ്യമേ തന്നെ ഫുഡ് കഴിക്കില്ലായിരുന്നു. നല്ല രുചിയുള്ള ബിരിയാണിയൊക്കെ ആയിരുന്നു. ഐ ഡോണ്ട് നോ അവർ എവിടെ നിന്നാണ് സോഴ്സ് ചെയ്തത്. എന്നിട്ട് നേരെ നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. ഒഫീഷ്യലി യു ആർ അങ്ങനെ ഒഫീഷ്യലി ആര്യ ചേച്ചിയിൽ ഇനോഗ്രേറ്റ് ചെയ്തു. എന്ത് രസമാണെന്ന് അറിയാം, നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അപ്പം ഞങ്ങൾ കുറച്ച് പേരായിരുന്നു ഫസ്റ്റ് കോസ്റ്റ്യൂം ഇട്ടുണ്ടായിരുന്നു. ഇപ്പം പയ്യെ എല്ലാവരും ഹോളി ഡ്രസ്സിലേക്കൊക്കെ ആയി, എല്ലാവരും ഹോളി റെഡിയായി. അങ്ങനെ ഹോളിക്ക് വേണ്ട എല്ലാവരും പ്രിപ്പയർഡായി. വാട്ടർ ബലൂൺസ് നിറച്ചു, കളറൊക്കെ പയ്യെ സെറ്റ് ചെയ്തു. അങ്ങനെ തുടങ്ങല്ലേ ഗായ്സ്. കുറച്ചു നേരം ഞങ്ങൾ ഈ ഇതൊക്കെ ആയിട്ട് ഇത് ചെയ്യാൻ പോവാണ്. ഈ രീതിക്കുള്ള ഹോളി പാർട്ടി ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം. കാരണം കോലം എന്താണെന്നൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിന് കളർ പിടിക്കും. അപ്പം അടിപൊളി സ്ഥലം കേട്ടോ, വെരി പീസ്ഫുൾ. ഭയങ്കര ഇങ്ങനെ വേറൊരു ഒറ്റത്തൊരു വെറൈറ്റി ഒരു സ്ഥലം, പവറായിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ചേഞ്ച് ചെയ്ത് വന്നു. ഞങ്ങൾ പക്ഷേ ഡോറിൻ്റെ അവിടെ വാട്ടർ ബലൂൺ പിടിച്ച് നിന്നുകൊണ്ട് ആരും പുറത്തേക്ക് ഇറങ്ങാനുള്ള ധൈര്യം കാണിച്ചില്ല. എന്താ ഇറങ്ങാത്തെ? അല്ല, നമ്മുടെ ഐഫോണിനൊന്നും പറ്റില്ല. ഒഫീഷ്യലി ഇവിടെ വീണ ആദ്യത്തെ ആള് ഞാനാണ്. അപ്പോൾ എവിടെ പോയാലും എനിക്ക് അങ്ങനെയൊക്കെ ചില ഭാഗ്യം കിട്ടുന്നുണ്ട്. സെൽഫി ആയതുകൊണ്ട് നിങ്ങളാരും കണ്ടില്ല. ഓക്കെ, ഒഫീഷ്യലി ബിന്ദു ചേച്ചി ഒഫീഷ്യലി വെൽക്കം. ഇതിന്റെ മൃതഗോള് മതി. അമ്മ എന്തു പറ്റി? അങ്ങനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത പോലെയായി മക്കളെല്ലാവരും. ഞങ്ങൾ കുറച്ചുകൂടെ പേരെ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ നമ്മുടെ പ്ലാൻ ചെറുതായിട്ട് അങ്ങനെ നടന്നില്ല. പിന്നെ വേറൊരു സംഭവം പറ്റിയെന്താണെന്ന് വെച്ചാൽ ഇവിടെ പൂളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഭാഗത്തേക്ക് തന്നെ നമ്മൾ പോയില്ല, കാരണം ആ പൂളൊക്കെ ചീത്തയാക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് മാത്രം ചെറിയൊരു ചേഞ്ച് ഓഫ് പ്ലാൻസ് ഉണ്ടായിരുന്നു. ഓൾസോ നമ്മൾ സ്റ്റേ ബാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് സ്റ്റേ ബാക്ക് ചെയ്തില്ല, നമ്മൾ അന്ന് തന്നെ തിരിച്ചു പോന്നു. ബിക്കോസ് ആ ബെഡും ഒക്കെ ചീത്തയാക്കണമല്ലോ എന്ന് വിചാരിച്ചു. ബിക്കോസ് നല്ലൊരു പ്രോപ്പർട്ടിയാണ്, വൈറ്റ് ഷീറ്റ്സ് ഒക്കെ നശിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അന്ന് തന്നെ രാത്രി ഫുഡൊക്കെ കഴിച്ച് റിട്ടേൺ ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ ഈ കളറ് ഇവിടുത്തെ ബെഡിലൊന്നും ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഏതെങ്കിലും മേക്ക് മൂവല്ല, അതായിരിക്കും ബെറ്റർ. അടിപൊളി സ്ഥലമാണ്, പക്ഷെ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റിയില്ല. ബിക്കോസ് പൂളിലൊക്കെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കളറ് ഒരുപാട് കളറായതുകൊണ്ട് ഇതായിപ്പോയി അവസ്ഥ. സോ അങ്ങനെ ഒരുപാട് വിഷമത്തോടുകൂടെ ഞങ്ങൾ നമ്മുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു. പക്ഷെ ഡിന്നർ ഇവിടെ നിന്ന് തന്നെ കഴിച്ചിട്ടാട്ടോ നമ്മൾ ഇറങ്ങിയേ. അപ്പം ഞങ്ങൾക്ക് ഇവിടെ കിടന്നുറങ്ങാൻ മാത്രം പറ്റിയില്ല. ബിക്കോസ് ഞങ്ങളുടെ കോലങ്ങളും ഇതുമായി. അപ്പം ഇത് വെച്ചിട്ട് ഇവിടുത്തെ നല്ല നല്ല ബെഡുകൾ ചീത്തയാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വി ആർ ആക്ച്വലി ഗെറ്റിംഗ് ഗോയിങ്. അല്ലേ, പൂളിൽ ഇറങ്ങാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് 2 റൗണ്ട് കുളി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. എന്നിട്ടും മാറുന്നില്ല. അപ്പോൾ അതെ, അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇതൊക്കെ പല്ല് മാത്രമൊക്കെ വേറെ കളറായിട്ട് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇറങ്ങുകയാണ്. കാരണം എനിക്കെന്നല്ല, ഞങ്ങൾക്കൊക്കെ ഈ സ്ഥലം ഇഷ്ടമായിട്ട് ഇത്ര നല്ലൊരു സ്ഥലം നശിപ്പിക്കരുതല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം വളരെ വിഷമത്തോടു കൂടെ നമ്മളിവിടെ ഇറങ്ങുന്നു ഗൈസ്.
സോ വിത്ത് ദാറ്റ് യുവർ ആമി സൈനിങ് ഓഫ് ഫ്രോം ടുഡേയ്സ് എപ്പിസോഡ്. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫാമിലി ആയിട്ട് ഇങ്ങനത്തെ മൊമെൻറ്റ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യങ്ങളും നമ്മൾ വേണ്ടാന്ന് വെക്കരുത്. മാക്സിമം ക്രിയേറ്റ് മെമ്മറീസ്, ട്രാവൽ ചെയ്യുക, അതൊക്കെ ചെയ്യുക. ഇന്നും അതൊരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരിക്കും. ആൻഡ് താങ്ക് യു സോ മച്ച് ജിനോ ഓസ്റ്റേജ് ആൻഡ് കോട്ടൺ ട്രീ ഫോർ ദിസ് വണ്ടർഫുൾ സ്പേസ്. അയ്യോ ഇവിടെ ബിഞ്ചു ആൻസി എങ്ങനെയുണ്ട് ആൻറ്റി? സൂപ്പറായിരുന്നു. സൂപ്പറായിരുന്നു. ഓക്കെ, അപ്പോൾ കോട്ടൺ ട്രീക്ക് ഞങ്ങൾ ടാറ്റ.